ഹലോ ഗായ്സ്, ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വിചാരിച്ചു. വേറെ എവിടേക്കില്ല, അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ വീടുകൾ കാണാം. ഈ വീടുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ പോകണം. പിന്നെ അമ്മമ്മയുടെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ടാവും നടക്കാൻ. അപ്പോൾ ഞാനങ്ങനെ നടക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അംഗൻവാടി കാണാം. അവിടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ വീടിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. മുമ്പ് ഇത് ഓടിട്ട അംഗൻവാടിയായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും അംഗൻവാടി എന്താ പറയുക, ടെറസാക്കിയില്ലേ. ഇപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ സുഖമാണ്. മുമ്പൊക്കെ വെച്ചാൽ ഓടുവരയായിരുന്നു അംഗനവാടിയൊക്കെ. അപ്പോൾ ഞാനങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ്. ആ വഴി കണ്ടോ, അതിലെയാണ് ഞാൻ നടന്നു വന്നത്. ഞാനാകെ വേർത്ത് കുളിച്ചു. ഒന്നാമത് വെയിൽ കൊണ്ടാ അപ്പോൾ വിശർക്കും. ഇത് ഫുള്ളും റബ്ബറും കാടാണ് കേട്ടോ. ആകെ പൊന്ത പിടിച്ച് കിടക്കുകയാണ്. നടുക്കൂടെ റോഡും 2 സൈഡും റബ്ബറും കാടാണ്. റബ്ബറും കാട്, പക്ഷെ നിറയെ പൊന്തയാണ്. പൊന്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. കണ്ടോ? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു തണുപ്പാണ് കേട്ടോ. ആ വഴി കണ്ടോ, അതിലെയാണ് ഞാൻ നടന്നു വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാലാണ് അമ്മമ്മയുടെ വീടുള്ളത്. അപ്പം അമ്മമ്മയുടെ വീട്ടിൽ അമ്മമ്മയുടെ അനിയൻ്റെ മകളാണ് താമസിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മാമൻ്റെയും അമ്മായിയുടെയും വീടാണ്. അതായത് അമ്മമ്മയുടെ ഏട്ടൻ്റെ ഭാര്യയും മക്കളുമാണ് താമസിക്കുന്നത്. ആകെ 2 വീടുള്ളൂ താഴെ. ഈ ബാക്കിൽ കാണുന്ന വഴി കണ്ടോ, അതാണ് ഞാൻ നടന്നു വന്ന വഴി. ഈ വഴി കണ്ടോ, ഇതാണ് എനിക്ക് പോവാനുള്ള വഴി. മൊത്തം വിയർത്ത് കുളിച്ചു. 2 സൈഡും റബ്ബറും കാടാണ്. കണ്ടോ, അവിടെയും റബ്ബറും കാട്, ഇവിടെയും റബ്ബറും കാട്. ഇപ്പോൾ ഞാൻ കുറേ ഇതിനൊക്കെ വന്നിട്ട് വല്ല ചേച്ചിമാരും കുട്ടികളൊക്കെ വരുമ്പോഴാണ് ഇവിടേക്ക് അങ്ങനെ ഞാൻ വരുള്ളൂ. അല്ലാതെ ഇങ്ങനെ വരവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അമ്മമ്മ ഒക്കെ ഉള്ളപ്പോഴാണ് അധികം ഞാൻ അമ്മമ്മയുടെ വീട്ടിലേക്ക് വരിക. കണ്ടോ, ഇത് വേറെ മറ്റേ റബ്ബർ ഷീറ്റ് വരല്ലേ, അവിടേക്ക് പോണ വഴിയാണ്. ഇത് ഞാൻ വന്ന വഴി. ഗായ്സ് നോക്കി നോക്ക്, കാണാൻ ഭംഗിയില്ലേ? ഞാൻ വന്ന വഴി. റബ്ബറും കാടിൻ്റെ ഉള്ളിലാണ് അവരുടെ വീട്. നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണുപ്പ്. കണ്ടോ, നിറയെ റബ്ബറും കാടാണ്. ഇതിൻ്റെ താഴേക്കൊക്കെ ഉണ്ട് റബ്ബറും കാട്. ബാക്കത്തെ വഴി ഞാൻ വന്നത്. നല്ലൊരു തണുപ്പ്. ഒന്നാമത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിശർപ്പ് വരും.
സോറി, വിശർപ്പല്ല, വിയർപ്പ്. അങ്ങനെ ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ നമ്മൾ ഇതാ ഇറങ്ങാൻ പോവാണ്. ഞാൻ വന്ന വഴിയാണത്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെയാണ് പോകേണ്ടത്. നല്ലൊരു കാറ്റും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗായ്സ്, എനിക്ക് വീഡിയോ എടുത്തിട്ടുള്ള ശീലമൊന്നുമില്ല. ഇങ്ങനെ പഠിച്ചു വരുന്നു വീഡിയോ എടുത്തിട്ട്. എല്ലാം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ വീട്ടിൽ വെറുതെ ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെയും കാണിക്കാൻ വെച്ചു. ഫുൾ റബ്ബർ എസ്റ്റേറ്റ്. ഇവിടെ മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് വീട്. ഒരു തറവാട് വീട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ വീട് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പണ്ടത്തെ തറവാട് വീടാണ്. അപ്പോൾ ഈ സ്ഥലം വേറെ ആൾക്കാർ വാങ്ങി. കണ്ടോ? നിങ്ങൾക്ക് മരം കാരണം കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതാ വീട്ടിലേക്കുള്ള വഴിയാണ്. നല്ലൊരു തറവാട് വീടായിരുന്നു. ഇതിനെ പോയാലാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. ഇതാ വീട്ടിലേക്കുള്ള വഴി. ഈ വഴി പോണ കണ്ടില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞായി അമ്മമ്മയുടെ വീട്. അപ്പം അവിടെ ഞാൻ പറഞ്ഞില്ലേ, മാമൻ്റെ മക്കളും കുട്ടികളാണ് താമസിക്കണെന്ന്. ഫുൾ റബ്ബർ എസ്റ്റേറ്റ്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് കേട്ടോ റബ്ബർ എസ്റ്റേറ്റ്. ആ അറ്റത്തേക്കുണ്ട്. മുമ്പ് ഈ വഴിയൊക്കെ തോട്ടിലേക്കുള്ള വഴിയായിരുന്നു. ഇതുവരെ ഇങ്ങോട്ട് പോയ തോടെത്തു. മുമ്പ് ഈ വഴിയില്ലേ, ഈ ഗേറ്റ് വെച്ചത്, ഇത് നേരെ പോണത് തോട്ടിലേക്കുള്ള വഴിയായിരുന്നു. ഇതുവരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തോടെത്തി. ഈ നേർക്കുള്ള വഴിക്ക് പോയാൽ. ഇപ്പോൾ വേറെ ആൾക്കാർ സ്ഥലം വാങ്ങിയോണ്ട് ഗേറ്റൊക്കെ വെച്ചു. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാ ഈ വഴിയുടെ അവിടെ നിന്ന് കുറച്ച് പോയാൽ, അത്രയ്ക്കൊന്നും ദൂരമില്ല, ഒരിത്തിരി അങ്ങോട്ട് പോയാൽ എത്തി. അവിടെ 2 വീടുകളുള്ളൂ. ഒന്ന് അമ്മമ്മയുടെ വീടും ഒന്ന് അമ്മമ്മയുടെ ഏട്ടൻ്റെ വീടും. ഇതിപ്പോൾ ഒരു ഓർമ്മയായി. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതിനെ എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് അറിയോ? തോട്ടിലേക്ക് ഇതിനെ കുളിക്കാൻ പോയിരുന്നു. ഗായ്സ്, അപ്പോൾ ഞാനങ്ങനെ അമ്മമ്മേൻ്റെ വീട്ടിലെത്താനായിട്ടോ. ഇനി ഇവിടുന്ന് അധികം ദൂരം പോകണ്ട. ആ ഓട്ട കിടക്കണ കണ്ടില്ലേ? അവിടെയാണ് വീടുള്ളത്. ഇതാണ് അമ്മമ്മയുടെ വീട്. കണ്ടോ? ഇതാണ് അമ്മമ്മയുടെ വീട്. ഫ്രണ്ടിൽ റോഡുണ്ട്. ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ നിറയെ റബ്ബറും കാടാണ്. നിറയെ റബ്ബർ എസ്റ്റേറ്റാണ്. കണ്ടോ?
ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആയിരിക്കും കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ റബ്ബറും കാടുണ്ട്. കണ്ടോ? ഇതാണ് മാമൻ്റെ വീട്. കണ്ടോ, കുറേ റബ്ബറും കാടുണ്ട്. ഇതിന് ഫുള്ള് റബ്ബറും കാടാണ്. കണ്ടോ, അറ്റം വരെ ഉണ്ട്. ഞാൻ വന്ന വഴി അതാണ് കേട്ടോ. റബ്ബർ എസ്റ്റേറ്റ്. ഞാൻ വന്ന വഴി അതാണ്. കണ്ടില്ലേ, ഫുൾ റബ്ബറും കാട്. ഇതാണ് മാമൻ്റെ വീട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിറയെ റബ്ബറും കാട്. കണ്ടോ? അപ്പോൾ ഇതാണ് ഗായ്സ് മാമൻ്റെ വീട്. ഇവിടെ ആളുണ്ട് കേട്ടോ, എല്ലാവരും ഉള്ളിലാ തോന്നുന്നു. അങ്ങനെ മാമനോടൊക്കെ സംസാരിച്ചിട്ട് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പുറത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ വളർത്തണ പട്ടിക്കുട്ടിയാണത്. ഇവളുടെ പേര് ലിയ എന്നാണ്. പിന്നെ ഞാൻ ആ പട്ടിക്കുട്ടീനൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. അമ്മായി, ചേച്ചി, പിന്നെ ഞാൻ, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, എല്ലാവരും. ഞാൻ ചെന്നപ്പോൾ ലിയനെ അഴിച്ചു വിട്ടിറക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഒരു ഭാഗത്ത് പോയിരുന്നു. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിനെയും നോക്കിയിട്ട് ഇങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു. ഭംഗിയില്ലേ ലിയനെ കാണാൻ? അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ എല്ലാവരെയും കണ്ടു. അപ്പോൾ അവിടെ മാമനും അമ്മായിയും പിന്നെ മാമൻ്റെ മകളും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ കുറേ നേരം സംസാരിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കണ്ടോ, ആ വഴിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഒരു ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം 2 മണിയായി. അപ്പോൾ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. കണ്ടോ, ഞാൻ ആദ്യക്ക് വന്ന വഴിയാണിത്. അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വന്ന വഴിയില്ലേ, ആ വഴിയാണ് ഇത്. ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇനി ഈ റബ്ബറും കാട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. മുമ്പ് ഞങ്ങൾ ഇതിനൊക്കെ നടന്ന സ്ഥലമാണ്. സൈക്കിളൊക്കെ ഈ റോഡിനാണ് പഠിച്ചിരുന്നത്. കണ്ടോ, ഞങ്ങൾ സൈക്കിളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയാണ് വരിക. പിന്നെ വിറകുണ്ടാക്കാൻ വന്നിരുന്നു. ഈ റബ്ബറിന്ന് വിറകൊക്കെ ഉണ്ടാക്കും. ഇവിടെ നല്ല നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം അങ്ങനെ എപ്പോഴൊന്നും വരവില്ല. ഇപ്പം അങ്ങനെ ഇങ്ങോട്ട് വരവൊന്നുമില്ല.
പിന്നെ ചേച്ചിമാരും ഒക്കെ വരുമ്പോഴാണ് ഇവിടേക്ക് അങ്ങനെ വരിക. അപ്പോൾ ഇന്ന് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് വന്നതാണ്. പണ്ട് ഇതിനെ വിറകൊക്കെ ഉണ്ടാക്കാൻ വന്നായിരുന്നു നമ്മുടെ ഒപ്പം. നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ ഈ സ്ഥലം. ഞങ്ങൾ ഇതിനെ കുറേ നടന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു അംഗൻവാടി ഉണ്ട്. അവിടെ നിന്ന് മാവൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരും. കണ്ടോ, നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. വന്ന വഴി നമ്മൾ കണ്ട അംഗൻവാടി. അപ്പോൾ ഗായ്സ്, വീടെത്താനായി. ഈ പാടത്ത് കൂടെ നടന്നിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോവാൻ. നല്ല ഭംഗിയില്ലേ, നല്ല വ്യൂ ആണ് ഇവിടെ. പാടത്തിൻ്റെ അടുത്താണ് വീട്. നടന്നു പോകുമ്പോൾ സൂര്യകാന്തി ഇല്ലേ, അതിൻ്റെ ചെറിയ സൈസ് ഒരു പൂവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, മഞ്ഞ നിറത്തിലായിട്ട്. നിങ്ങൾ പാടത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സൈഡ് റോഡാണ്, കണ്ടില്ലേ വണ്ടി പോണത്. ഈ പാടത്ത് കൂടെ വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ എനിക്ക് നടന്ന് വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരു മാങ്ങ കിട്ടി. അപ്പം അതും പിടിച്ചിട്ടാണ് ഞാൻ നടന്ന് വരുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.